ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൂജ നടന്നു വരുന്ന സമയത്ത് പൂജയെ കാണാനും പൂജയോട് സംസാരിക്കാനും തന്റെ നിരപരാധിത്വം തുറന്നു പറയാനും വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അപ്പു ആണെങ്കിൽ പൂജയെ കണ്ടിട്ട് കാണാത്ത മട്ടിലങ്ങ് പോയെന്ന് തന്നെ പറയാം. പക്ഷെ പിടിച്ചു നിർത്തി അപ്പു ഇങ്ങനെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്റെ അച്ഛനാണ് ഈ തെറ്റുകളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനോ വിശ്വസിക്കാനോ നമ്മുടെ പൂജ തയ്യാറായില്ല. നിങ്ങളെല്ലാവരും സ്വാർത്ഥരാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയുക. അപ്പോൾ താൻ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ തർപ്പിച്ചു പറഞ്ഞപ്പോഴും എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് പൂജയുടെ ഇന്ന് വരെ കാണാത്തൊരു ഇത് അപ്പുവിന്റെ മുന്നിൽ നമ്മുടെ പൂജ ഇങ്ങനെ കാണിക്കുക. അപ്പൊ ഇവരെല്ലാം ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം പൂജയുടെ മനസ്സിൽ അവര് പറഞ്ഞതും ഇതെല്ലാം കിടക്കുകയാണല്ലോ. അപ്പൊ ഇതെല്ലാം കിടക്കുന്നത് കൊണ്ട് ഉള്ളിൽ നിന്നിങ്ങനെ ആ ഒരു വേദന തികട്ടി വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അതിൻ്റെതായ ഒരു കിട്ടിയെടുത്ത് തീർക്കാനായിട്ട് ഇങ്ങനെ കാത്തിരുന്ന സമയത്താണ് അപ്പു വന്ന് പൂജയുടെ മുന്നിലേക്ക് ചാടുന്നത്. അപ്പൊ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇനി നിന്ന് ഒന്നും സംസാരിക്കേണ്ട, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട, നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. പൂജ എനിക്ക് പറയുന്നതൊന്ന് കേൾക്കാനായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ എനിക്ക് കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്, നിങ്ങളെയൊക്കെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ, നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങളുടെയൊക്കെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, ഇനി മേലിൽ നിങ്ങൾ എൻ്റെ പിറകെ വന്നേക്കരുതെന്ന് പറഞ്ഞു. യാതൊരു ബന്ധത്തിന്റെ പേരിലും എൻ്റെ പിന്നാലെ വന്നേക്കരുത്. എനിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അമ്മ വഴിയുള്ള ബന്ധമാണ്. നിങ്ങളുമായുള്ള എല്ലാ ബന്ധവും എൻ്റെ അമ്മ ഉപേക്ഷിച്ചതോടെ എനിക്കുണ്ടായിരുന്ന ആ ബന്ധവും അവസാനിച്ചു. ഇനി എൻ്റെ പിന്നാലെ ഇങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് വരണ്ട എന്ന് തന്നെ നമ്മുടെ പൂജ പറയാം. എനിക്ക് നിങ്ങളെ ആരെയും കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് പൂജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അപ്പൊ പൂജ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പു ആകെ തകർന്നു പോയിട്ടോ. അപ്പുവിന് എന്ത് ചെയ്യും? അപ്പുവിനാണെങ്കിൽ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയാണ് താൻ ചെന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് മാറും എന്നുള്ളത്. പക്ഷെ അത് കേൾക്കാനോ അല്ലെങ്കിൽ ചെന്ന് കാണാതിരുന്നെങ്കിൽ ഇത്രത്തോളം വിഷമം അപ്പുവിനാവില്ലായിരുന്നു. ചെന്ന് കണ്ടതോടുകൂടി പൂജയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായതോടുകൂടി അപ്പു ആകെ തകർന്നു പോയെന്ന് തന്നെ പറയാം. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മുടെ അപ്പു ഇങ്ങനെ കടന്നു പോകുക. പൂജയാണെങ്കിൽ വീട്ടിലോട്ടും പോയി. ഈ സമയത്ത് നമ്മുടെ സുമിത്ര അടുക്കളയിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാലും തിളപ്പിച്ചു മറ്റു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ സരസ്വതി അമ്മ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പൊ സരസ്വതി അമ്മ അങ്ങ് ചെന്ന് സുമിത്രയോട് ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ്. അതും സംസാരിക്കുന്നത് വേറൊന്നുമല്ല, അനിരുദ്ധ് വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ അനിരുദ്ധ് ഇതുവരെ വന്നില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാ പറയുന്നത്. അതിന്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ മകന് വേണ്ടിയിട്ടൊന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ആശാത്തി അങ്ങ് കയറി ചെല്ലുന്നത്. സുമിത്ര അന്നേരം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇതൊന്നും സുമിത്രയെ ബാധിക്കുന്നതേ അല്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ അവിടെ നിൽക്കുന്നു. സരസ്വതി അമ്മയോട് സംസാരിക്കുന്നു. അപ്പോഴേക്കും സിദ്ധു അങ്ങോട്ടേക്ക് കയറി വന്നു. സിദ്ധു അങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോൾ സുമിത്ര തിരക്കിട്ട് എന്തെങ്കിലും ജോലിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ സരസ്വതി അമ്മ പറഞ്ഞു, ജോലിയൊന്നും അല്ല, എന്താണ് മോനെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ നിങ്ങളെ ആരെയും കാണാത്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞ് സിദ്ധു ഇങ്ങനെ നിൽക്കുക. അപ്പൊ തിരക്കിട്ട് ജോലി വല്ലതും ആണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സിദ്ധാർത്ഥ ഒന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞു സുമിത്ര. എന്നിട്ട് എന്ത് ചെയ്തു? സുമിത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിളപ്പിച്ചുകൊണ്ടിരുന്ന പാലെടുത്ത് സിദ്ധാർത്ഥന് കൊടുത്തിട്ട് പറഞ്ഞു, സിദ്ധാർത്ഥന് ഇനി അങ്ങോട്ടുള്ള ഒരു ജീവിതം അത് നല്ലതായിരിക്കട്ടെ എന്നിങ്ങനെ പറയുവാണ്. എല്ലാ നന്മകളും സിദ്ധാർത്ഥന്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഞാൻ നേരുകയാണെന്നും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് സിദ്ധാർത്ഥന് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് സുമിത്ര ഇങ്ങനെ പറയുന്നു. സുമിത്ര അത് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും സരസ്വതി അമ്മയുടെ നെഞ്ചിടിക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. മോനോട് ഇറങ്ങി പോകാനായിട്ട് പറയുമോ സുമിത്ര എന്നുള്ളൊരിത്. സമയം നമ്മുടെ സിദ്ധു സുമിത്രയോടെ ചെറു പുഞ്ചിരിയോടെ ഇതിനെല്ലാം മൂളിക്കൊണ്ട്, ഞാൻ ജീവിതത്തിൽ എവിടെ എത്തിയാലും നിന്നെയും മക്കളെയും മറക്കില്ല സുമിത്ര എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്തിയാലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഓർക്കണം, പക്ഷെ എന്നെ ഓർക്കേണ്ടതായ കാര്യമൊന്നുമില്ല, നമ്മൾ വെറും അപരിചിതരും മാത്രമാണെന്ന് സുമിത്ര സിദ്ധുവിനോട് പറയാം. അപ്പൊ അതൊക്കെ കേട്ടപ്പോ അതെന്താ സുമിത്ര നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാ അമ്മയെ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സരസ്വതി ഒന്ന് ഞെട്ടി. പിന്നെ സരസ്വതി കൂടുതൽ സംസാരിക്കാനൊന്നും പോയില്ല. എന്തായാലും ഇക്കാര്യം ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര അങ്ങ് പോയി കേട്ടോ. സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവള് പറഞ്ഞത് കേട്ടോടാ മോനെ, അവളുടെ ജീവിതത്തിൽ നിനക്കിനി ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാകില്ലെന്ന് അവള് പറഞ്ഞതിന്റെ അർത്ഥം എന്നിങ്ങനെ സിദ്ധു പറഞ്ഞപ്പോ അങ്ങനെ അവള് പറഞ്ഞോട്ടെ അമ്മേ, അവൾക്ക് അത് പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ഇന്നത്തെ സുമിത്ര ആയിരിക്കില്ല നാളെ, എന്നെങ്കിലും ഒരിക്കൽ അവളുടെ ജീവിതത്തിലേക്ക് അവൾ എന്നെ തിരിച്ചു വിളിക്കും, അതിന് യാതൊരു സംശയവും ഇല്ല. ആ ഒരു ദിവസം കാത്തുകൊണ്ടാണ് ഞാൻ ഇനി മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അവളുടെ സ്വഭാവം വെച്ച് അവൾ നിന്നെ 7 അയലത്തടിപ്പിക്കാനുള്ള വഴികളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ നീ വലിയ സ്വപ്നങ്ങളൊന്നും കാണേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സരസ്വതി അമ്മ ഇങ്ങനെ മകനോട് സുമിത്രയെ പ്രതീക്ഷിക്കണ്ട എന്ന് പറയാതെ പറയുന്ന സമയത്ത് മകൻ പറഞ്ഞു, അമ്മ നോക്കിക്കോ, സുമിത്ര ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും അവളുടെ ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിക്കുമെന്ന് വീണ്ടും വീണ്ടും പ്രതീക്ഷകൾ വെച്ച് സിദ്ധു ഇങ്ങനെ അമ്മയുടെ മുന്നിൽ പറയുക. അങ്ങനെ ഇവര് തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. സിദ്ധു ആണെങ്കിൽ സ്വപ്നങ്ങൾക്ക് മേലെ സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് എങ്ങനെ ഇരിക്കുവാണേ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് പറയാം, അപ്പൊ നമ്മുടെ പൂജ വീട്ടിലേക്ക് വന്നു. പൂജ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ ആകെ ടയേർഡായിട്ട് ആകെ നിരാശയോട് കൂടിയാണ് വന്നത്. അപ്പുവിനോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിന്റെ വിഷമം പൂജയ്ക്ക് ശരിക്കും ഉണ്ട്. അപ്പൊ സുമിത്രയാണെന്നുണ്ടെങ്കിൽ പൂജയുടെ കാര്യങ്ങൾ നോക്കാനും മറ്റൊക്കെ ആയിട്ട് ഒരു ഇതൊക്കെ അങ്ങനെ നടക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ അപ്പു വീട്ടിലേക്ക് ചെന്നത്. അപ്പു വീട്ടിലേക്ക് ചെന്ന് ശരിക്കും ഒറ്റപ്പെട്ടു പോയി അപ്പു ഇങ്ങനെ എന്നിട്ട് വിഷമിച്ചൊരു സ്ഥലത്ത് പോയി ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചിത്ര ചെന്നിട്ട് ചോദിച്ചു, എന്താ മോനെ പറ്റിയ, നിനക്ക് എന്താ പറ്റിയ, നീ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ അമ്മ എല്ലാം തകർന്ന അമ്മയെന്ന് പറഞ്ഞു. തകരേ, നീ എന്തൊക്കെ ഈ പറയണേ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിന്ന് വഴിയിൽ വെച്ച് പൂജയെ കണ്ടിരുന്നു നിന്ന്. പൂജ മോളെ നീ കണ്ടോ, എന്നിട്ട് അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം എല്ലാം കൈവിട്ട് പോയമ്മേ, പൂജ എന്നെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അച്ഛൻ ചെയ്ത ഈ വലിയ ചതിയിൽ നമ്മളെല്ലാവരും പങ്കാളികളാണെന്ന് അവള് പറയുന്നത്, നമ്മളെല്ലാവരും മനസ്സറിഞ്ഞിട്ടുണ്ടെന്ന് അവള് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ കാര്യങ്ങളൊക്കെ എന്ന് അമ്മ അന്നേരം ചോദിക്കുമ്പോൾ ഞാൻ ഇനി പറയാൻ എനിക്ക് അറിയില്ല അമ്മേ, അത്രത്തോളം അവളോട് ഞാൻ സംസാരിച്ചു, പക്ഷെ അവൾ എന്നെ ഒരുപാട് അപമാനിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുക നേരത്തേക്ക് ചിത്ര. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ദീപു വന്നത്. ദീപു വന്നപ്പോൾ, എടാ മക്കളെ നീ വിഷമിക്കല്ലേടാ, അച്ഛൻ നിനക്കൊരു വഴി കാണിച്ചു തരാം, അവളോട് ഞാൻ സംസാരിക്കാം, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ പൂജയോട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപു ഇങ്ങനെ പറയുമ്പോഴേക്കും, കൂടുതൽ സംസാരിക്കരുത് നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന്, അവളെ കല്യാണം കഴിക്കാനുള്ള വലിയൊരു അവസരമാണ് നിങ്ങളായിട്ട് എനിക്ക് നഷ്ടപ്പെടുത്തി തന്നത്. ഇനിയും നിങ്ങൾ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്, എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായി വന്നയാളാണ് നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അപ്പു അങ്ങ് പോയി. എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോയ കേൾക്കരുതെന്നും പറഞ്ഞു. അപ്പൊ മകൻ പോലും വെറുത്ത് പുറന്തള്ളിയ ദീപു ഇങ്ങനെ മകൻ പറഞ്ഞ ഓരോ വാക്കുകളും കേട്ട് മനസ്സ് വേദനിച്ച് ഇങ്ങനെ നിൽക്കുക. എന്തായാലും മകനും തള്ളിക്കളഞ്ഞു, ഭാര്യയും തള്ളിക്കളഞ്ഞു, ചേച്ചിയും തള്ളിക്കളഞ്ഞു, എല്ലാവരും തള്ളിക്കളഞ്ഞ് അങ്ങനെ നമ്മുടെ ദീപുദേ അവിടെ ഇങ്ങനെ തകർന്നിങ്ങനെ നിൽക്കുക. മതിയായില്ലേ നിങ്ങൾക്ക്, തൃപ്തിയായില്ലേ നിങ്ങൾക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ഭാര്യയും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം കൊണ്ടും ദീപുവിന് ഒരു പൂരമായിരുന്നു. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കും. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ അപ്പുവിൻ്റെയും പൂജയുടെയും ജീവിതത്തിൽ അവർ ഒന്നിക്കില്ല എന്ന് ഉറപ്പിച്ച് തന്നെ നമ്മുടെ അപ്പു ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പൊ ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളിലൂടെ അപ്പുവിന് അത്രയാണ് മനസ്സിലായത്. ഇതേ സമയത്താണ് സുമിത്രയ്ക്ക് വേണ്ടി പുതിയൊരു ഒരു ജീവിതം ഒരുക്കി സിദ്ധു സുമിത്രയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. സുമിത്ര കൊടുത്ത മറുപടി കേട്ട് സരസ്വതി അമ്മയും സിദ്ധുവും ഞെട്ടി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.